അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഇന്ന് പൊതുവായി സമൂഹത്തിൽ കാണുന്ന ഒരു രീതി എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഇങ്ങനെ പരിതപിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വരുന്ന അധാർമികതയുടെ കുത്തൊഴുക്കാണ്. എന്ത് പറ്റി നമ്മുടെ സമൂഹത്തിന് എന്നാണ് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. വാർത്തകളും അങ്ങനെ തന്നെയാണ്. കൊലപാതകങ്ങൾ വരുന്നു, കുടുംബ കലഹങ്ങൾ വരുന്നു, ആത്മഹത്യകൾ പെരുകുന്നു. ഇതൊക്കെ കണ്ടിട്ട് ആളുകൾ നിഷ്ക്രിയരായി എന്താണ് നമ്മുടെ സമൂഹത്തിന് പറ്റിയത്, എന്താ ഇതിനൊക്കെ ഒരു പരിഹാരം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങൾ, ഇങ്ങനെ പരിതപിച്ചത് കൊണ്ട് മാത്രമായില്ല, നമ്മളെ കൊണ്ട് കഴിയുന്ന പരിഹാരങ്ങൾ നമ്മൾ ചെയ്യണം. ഇപ്പോൾ ഓൺലൈനിലൂടെയാണ് എല്ലാ അഴുക്കും വരുന്നത്. അതിനെന്താ പരിഹാരം? പ്രത്യേകിച്ച് പുതിയ ജനറേഷനൊക്കെ എടുത്ത് പരിശോധിച്ചാൽ അവർ മുഴുവൻ സമയം സ്ക്രീനിലാണ്. ഇപ്പോൾ കുട്ടികളൊക്കെ ടൂർ പോകാറുണ്ട്. ടൂർ പോകുമ്പോൾ നല്ല പ്രകൃതി രമണീയമായ സ്ഥലത്ത് കൂടി യാത്ര ചെയ്യും. പക്ഷെ അവർക്ക് അതൊന്നും കാണണ്ട. ഈ പറഞ്ഞ സ്ഥലത്തുള്ള ഒരു ദൃശ്യം ഉണ്ടെങ്കിൽ ആ മൊബൈലിൽ കിട്ടുകൊടുത്താൽ എന്ത് ചെയ്യും? അവൻ കാണും, അല്ലാതെ പുറത്തു നോക്കി കാണൂല. അതാവസ്ഥ. അപ്പോൾ അതുകൊണ്ട് മൊബൈലിലൂടെയാണ് എല്ലാ അഴുക്കുകളും വരുന്നത് എങ്കിൽ ആ മൊബൈലിലൂടെ തന്നെ എന്ത് ചെയ്യണം? ധാർമ്മിക ചിന്തകൾ കൊണ്ടുവരുന്ന കാര്യങ്ങളും കൊണ്ടുവരണം. അപ്പോൾ അതിനുള്ളൊരു സംവിധാനമാണ് നമ്മൾ പീസ് റേഡിയോ എന്ന ആ സംവിധാനത്തിലൂടെ നൽകിക്കൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്, 10,000-കണക്കിന് ആളുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് പീസ് റേഡിയോ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് 24 മണിക്കൂറും ഇസ്ലാമികമായ അധ്യാപനങ്ങൾ, ധാർമ്മികതയെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യങ്ങൾ, ഈ മതനിരാസത്തിന് എതിരിലുള്ള ചിന്തകൾ, അതിനെതിരിലുള്ള മറുപടികൾ, അതേപോലെ തന്നെ കുടുംബ ശൈഥില്യങ്ങൾക്ക് കാരണമാകുന്ന വിഷയങ്ങൾക്കുള്ള പരിഹാരങ്ങൾ, അങ്ങനെ തുടങ്ങി യുവാക്കൾ, കുട്ടികൾ, സ്ത്രീകൾ ഇവരൊക്കെ ബാധിക്കുന്ന സർവ്വ വിഷയങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ, അതുപോലെ തന്നെ ആത്മീയ ചൂഷണങ്ങൾക്കെതിരെയുള്ള പരിഹാരങ്ങൾ, യഥാർത്ഥ ഏകദൈവ വിശ്വാസത്തെ ശരിയായ അതിൻ്റെ അഖീദ് അനുസരിച്ചുകൊണ്ട് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, സുന്നത്ത് എന്താണ്, കർമ്മശാസ്ത്രം എന്താണ്, ഇങ്ങനെ എല്ലാ മേഖലകളും പഠിപ്പിക്കുന്ന ഒരു വലിയ സംവിധാനമാണ് പീസ് റേഡിയോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ പത്രങ്ങളിലും മീഡിയകളിലൊക്കെ ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ ഇതിനൊക്കെ എന്താ പരിഹാരം എന്ന് ചോദിക്കുന്നുണ്ടല്ലോ. അത് ചോദിച്ചുകൊണ്ട് മാത്രമായില്ല. ഇങ്ങനത്തെ പരിഹാരങ്ങളുടെ പ്ലാറ്റ്ഫോമുകൾ നടക്കുമ്പോൾ ഒന്ന് നമ്മളതൊക്കെ കേൾക്കുക, നമ്മുടെ കുട്ടികൾക്കൊക്കെ അത് കാണാനും കേൾക്കാനുള്ള അവസരം ഒരുക്കുക. അതോടൊപ്പം അതൊക്കെ നടത്തിക്കൊണ്ടു പോകാൻ 24 മണിക്കൂർ നടത്തിക്കൊണ്ടു പോകാൻ നമുക്ക് ലക്ഷങ്ങളാണ് ഓരോ സമയത്ത് ചിലവഴിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കാശ് കഴിയുന്ന രീതി, പ്രത്യേകിച്ച് റമദാൻ മാസത്തിലൊക്കെ അതിൻ്റെ അക്കൗണ്ടിലേക്ക് നമ്മൾ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അതൊരു വലിയ ഒരു പിന്തുണയാണ്. പീസ് റേഡിയോ തുടങ്ങിയിട്ട് ഏതാനും വർഷങ്ങളായി. ഇനി അതിൻ്റെ പുരോഗതി നമ്മൾ ഉദ്ദേശിക്കുന്നതിൻ്റെ വിഷ്വൽ രൂപത്തിലേക്ക് പോകേണ്ടതുണ്ട്. അതിനൊരുപാട് ഇൻഫ്രാസ്ട്രക്ചറുകൾ ആവശ്യമുണ്ട്. പക്ഷേ സാമ്പത്തികമായ ഭാരം താങ്ങാൻ കഴിയില്ല. അത് നിങ്ങളെല്ലാവരും കൈവക്കണം. അതുകൊണ്ട് ആ കാര്യത്തിൽ നിങ്ങളെല്ലാവരുടെയും അകമഴിഞ്ഞ സംഭാവനകൾ അർപ്പിക്കണം. അള്ളാഹു ആ രീതിയിൽ ഇതിനെ സഹായിക്കാൻ ഉള്ളൊരു മനസ്സ് നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. ഇന്ന് ഇസ്ലാമിക രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായിക്കൊണ്ട് ഈ പീസ് റേഡിയോ വളർന്ന് പന്തലിക്കുവാൻ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. അതിന് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.